ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്ലാസിക്കൽ തിയറിയാണ്, സ്കാറ്ററിങ്ങിൻ്റെ ക്ലാസിക്കൽ തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മളൊരു സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലും അതുപോലെ തന്നെ ഒരു ലബോറട്ടറി ഫ്രെയിം വെച്ചും ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിങ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിൻ്റെ ആംഗിളുകൾ തമ്മിലുള്ള ഡിപ്പെൻഡൻസ് എങ്ങനെയാണ്, അതുപോലെ ഇതിൻ്റെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻസ് തമ്മിൽ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമും ലബോറട്ടറി ഫ്രെയിമും ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോ നമ്മൾ തിയറി ഓഫ് സ്കാറ്ററിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ പെർസ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ തിയറിയാണ്. സോ ദ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്പിൻലെസ് പാർട്ടിക്കിൾ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. സോ ഇൻ ദിസ് സെക്ഷൻ വി ഡീൽ വിത്ത് ദ ക്വാണ്ടം ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്കാറ്ററിങ്. സോ സ്കാറ്ററിങ്ങിൻ്റെ ക്വാണ്ടം ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So for simplicity, we consider the case of elastic scattering between two spinless non-relativistic particles of masses m1 and m2. നമ്മൾ ക്ലാസിക്കൽ തിയറിയിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മാസസ് m1 ഉം m2 ഉം ദേ ആർ നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾസ്. അതുപോലെ തന്നെ നമ്മളിവിടെ ക്വാണ്ടം മെക്കാനിക്കൽ ഇതായതുകൊണ്ട് തന്നെ നമ്മൾ സ്പിൻലെസ് ആണ് എന്ന്, കാരണം സ്പിന്നിന് ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിയ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്പിൻലെസ് ആയിട്ടുള്ള നോൺ റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് പാർട്ടിക്കിൾസ് m1 m2 ഉം എടുക്കുന്നു. അത് തമ്മിൽ നടക്കുന്ന ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ പറയുന്നത്. സോ ഡ്യൂറിങ് ദ സ്കാറ്ററിംഗ് പ്രോസസ് ദ പാർട്ടിക്കിൾസ് ഇൻട്രാക്ട് വിത്ത് വൺ അനദർ. നമുക്കറിയാം രണ്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, സ്കാറ്ററിങ് നടക്കുമ്പോൾ ദേ വിൽ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. സോ ഇഫ് ദ ഇൻറ്ററാക്ഷൻ ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ്, ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ടൈം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വി ക്യാൻ ഡിസ്ക്രൈബ് ദ ടു പാർട്ടിക്കിൾ സിസ്റ്റം വിത്ത് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. അതായത് ഇവിടെ psi ഓഫ് r1 r2 t. ഓക്കെ, അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴുള്ള ആ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi ഓഫ് r1 r2 t ടൈമാണ്. r1 r2 എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടിക്കിളുകളുടെ പൊസിഷൻ കോർഡിനേറ്റ് ആണ്. ഈക്വൽ ടു സം psi ഓഫ് r1 r2 e -iet ഡിവൈഡഡ് ബൈ h ക്രോസ് എന്ന് എഴുതാം. അതായത് ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ഇതിനെ ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം psi ഓഫ് r t ഈസ് ഈക്വൽ ടു psi ഓഫ് r 0 ഇൻറ്റു e -iet ഡിവൈഡഡ് ബൈ h ക്രോസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഫംഗ്ഷനെ ഒരു പ്രോഡക്റ്റ് ഓഫ് എ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ ആൻഡ് എ ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ എഴുതുന്നതാണ്. വേറെ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു r1 r2 എന്ന് പറയുന്നത് ദേ ആർ ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിക്കിൾസ് റെസ്പെക്റ്റീവ്ലി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി. ഇ എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റമാണ്. psi ഓഫ് r1 r2 എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് ദ ടു പാർട്ടിക്കിൾ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണോ അതാണ് നമ്മുടെ psi ഓഫ് r1 r2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതൊരു ക്യാപിറ്റൽ psi ഉപയോഗിച്ചും ഇതൊരു സ്മോൾ psi ഉപയോഗിച്ചുമാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. മനഃപൂർവ്വമാണ്, കാരണം ഇത് രണ്ടും രണ്ട് ഫംഗ്ഷനാണ്. ദിസ് ഈസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് ആൻഡ് ദിസ് ഈസ് എ ടൈം ഇൻഡിപെൻഡൻറ്റ് പാർട്ട്. നൗ വി ഹാവ് ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ ദ ടു പാർട്ടിക്കിൾ സിസ്റ്റം. ഒരു ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യത്തെ പാർട്ടിക്കിൾ m1, രണ്ടാമത്തെ പാർട്ടിക്കിൾ m2. സോ ഹാമിൽട്ടോണിനകത്ത് -h² del1² -h² del2² പ്ലസ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി പാർട്ടാണ്. പൊട്ടൻഷ്യൽ എനർജി പാർട്ട് v ഓഫ് r1 r2 ഇൻറ്റു വേവ് ഫംഗ്ഷൻ psi ഓഫ് r1 r2 ഈക്വൽ ടു e psi r1 r2. ഇത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. കാരണം നമ്മളെ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഫംഗ്ഷനെ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഫംഗ്ഷൻ psi ഓഫ് r1 r2 ഇൻറ്റു e -iet ഡിവൈഡഡ് ബൈ h ക്രോസ് എന്ന് എഴുതിയിരുന്നു. അതിലെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ psi ഓഫ് r1 r2 എന്ന് പറയുന്നത് ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് നമ്മളിവിടെ എഴുതിയത്. ദിസ് ഇസ് ഫോർ എ ടു പാർട്ടിക്കിൾ സിസ്റ്റം. നൗ വേർ ദിസ് v ഓഫ് r1 r2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റിംഗ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾ. രണ്ട് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ്. Now, if the interaction between the two particles of masses m1 and m2 depends only on their relative distance, അതായത് ഈ രണ്ട് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സപ്പോസ് അതിൻ്റെ ഡിസ്റ്റൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ v ഓഫ് r1 r2 എന്ന് പറയുന്നത് സിംപ്ലി v ഓഫ് r ആണെന്ന് എഴുതാം. വേർ r is the distance between these two particles, that is modulus of r1 minus R2 ആണെന്ന് എഴുതാം.
അപ്പോൾ നമ്മൾ ഈ വി ഓഫ് R1 R2 പകരം നമ്മൾ വി ഓഫ് ആർ എന്ന് എടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മളിതൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റമായിട്ടാണ് എടുത്തിട്ടുള്ളത്. സപ്പോസ് നമ്മൾ ഈ ഒരു 2 ബോഡി പ്രോബ്ലത്തെ നമ്മളൊരു 1 ബോഡി പ്രോബ്ലമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഈ സിസ്റ്റത്തിൽ നമ്മൾ ഇതിൻ്റെ റെഡ്യൂസ്ഡ് മാസ് എടുക്കേണ്ടി വരും. അതായത് M1 M2 എന്ന് പറയുന്ന 2 മാസമുള്ള ഈ പാർട്ടിക്കിൾ ഒരു 2 ബോഡി പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ ആദ്യം ഇതിനെ ഡിഫൈൻ ചെയ്തത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ദി എബവ് 2 പാർട്ടിക്കിൾ സിസ്റ്റം ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ ഫിക്ഷ്യസ് പാർട്ടിക്കിൾ. ഫിക്ഷ്യസ് ആണ് എന്ന് വെച്ചാൽ നമ്മളതിനെ എന്ത് ചെയ്യുന്നു, ഒരു 1 ബോഡി പ്രോബ്ലമായിട്ട് നമ്മളതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത് mu ഈക്വൽ ടു M1 M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പത്തെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തായിട്ട് മാറും, -h⁻² del1² ബൈ 2m1 -h⁻² del2² ബൈ 2m2 എന്നുള്ളതിന് പകരം റെഡ്യൂസ്ഡ് മാസ് mu ഉപയോഗിച്ച് ആ 2 ടേമിനെയും കൂടി കമ്പൈൻ ചെയ്ത് -h⁻² del² ബൈ 2mu എന്ന് എഴുതാം. അതുപോലെ ആ ഇക്വേഷനുള്ള വി ഓഫ് R1 R2 പകരം നമ്മൾ പറഞ്ഞിരുന്നു, ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പാർട്ടിക്കിൾസ് ദെൻ വി ക്യാൻ റീപ്ലേസ് ദിസ് വി ഓഫ് R1 R2 വിത്ത് വി ഓഫ് ആർ, വേർ ആർ ഈസ് ദ മോഡുലസ് ഓഫ് R1 മൈനസ് R2 ആണെന്ന് പറഞ്ഞിരുന്നു. സോ നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് ഈ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ സൈ ഓഫ് R1 R2 എന്നുള്ളതിന് പകരം സൈ ഓഫ് ആർ എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നൗ so the problem of scattering between 2 particles can be studied by solving the equation 6. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ 6 എന്ന് പറയുന്ന ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്കാറ്ററിംഗ് പ്രോബ്ലം, ഒരു 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്കാറ്ററിംഗ് പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫോർ ദ സൊല്യൂഷൻ ഓഫ് എബവ് ഇക്വേഷൻ വി ഹാവ് ദ ഫോളോയിങ് അസംഷൻസ്. നമുക്ക് ചില അസംഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി. ഒന്ന്, in quantum mechanics, the incident particle is described by means of a wave packet that interacts with the target particle. നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നതിനെ പാർട്ടിക്കിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ബീം അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ വേവ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഒരു വേവ് പാക്കറ്റ് ആയിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അതായത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ആർ ട്രീറ്റഡ് ആസ് എ വേവ് പാർട്ടിക്കിൾ. അതുപോലെ തന്നെ പക്ഷേ ടാർജറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു പാർട്ടിക്കിൾ, ഒരു ടാർജറ്റ് പാർട്ടിക്കിൾ എന്ന് എടുക്കുന്നു. ദ ഇൻസിഡൻറ്റ് വേവ് രണ്ടാമത്തെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഇതാണ്, അസംഷൻ എന്ന് പറയുന്ന ഇതാണ്. ദ ഇൻസിഡൻറ്റ് വേവ് പാക്കറ്റ് മസ്റ്റ് ബി സ്പേഷ്യലി ലാർജ്. അതായത് അത് സ്പേഷ്യലി ലാർജ് ആണ്, അതായത് സ്പേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ലാർജ് ഏരിയയിലാണ്. ഇൻസിഡൻറ്റ് വേവ് പാക്കറ്റ് മസ്റ്റ് ബി സ്പേഷ്യലി ലാർജ് സോ ദാറ്റ് സ്പ്രെഡിങ് ഡ്യൂറിങ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് നോട്ട് അപ്രീഷ്യബിൾ. അതായത് ഈ പറഞ്ഞ സ്കാറ്ററിങ് നടന്നതിന് ശേഷമുള്ള ഇതിൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് അപ്രീഷ്യബിൾ. അതായത് ആ രീതിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ ഈ രീതിയിൽ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റാതായിട്ട് വരും. അതുകൊണ്ട് വി ആർ ടേക്കിംഗ് ആൻ അസംഷൻ ദാറ്റ് ദ ഇൻസിഡൻറ്റ് വേവ് പാക്കറ്റ്സ് ഈസ് സ്പെഷ്യലി ലാർജ് സോ ദാറ്റ് ദ സ്പ്രെഡിങ് ഡ്യൂറിങ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് നോട്ട് അപ്രീഷ്യബിൾ. മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ലാർജ് കമ്പയർഡ് ടു ദ ടാർജറ്റ് സൈസ്. എന്താണ് ലാർജ്? ഈ പറഞ്ഞ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് വളരെ ലാർജാണ് കമ്പയർഡ് ടു ദ ടാർജറ്റ്സ് സൈസ്. ടാർജറ്റിൻ്റെ സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലുതാണ്. ആൻഡ് യെറ്റ് സ്മോൾ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ലാബ്. നമ്മൾ ലബോറട്ടറി ഫ്രെയിമിലാണ് നടക്കുന്നത് എങ്കിൽ ലാബിനെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാണ്. സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഓവർലാപ്പ് സൈമൾട്ടേനിയസ്ലി വിത്ത് ദ ടാർജറ്റ് ആൻഡ് ദ ഡിറ്റക്ടർ. അതായത് ഒരേ സമയം ടാർജറ്റുമായിട്ടും ഡിറ്റക്ടറുമായിട്ടും ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് വേവ് പാക്കറ്റ് ഓവർലാപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നൗ ആഫ്റ്റർ സ്കാറ്ററിംഗ് നടന്നതിന് ശേഷം ദ വേവ് ഫംഗ്ഷൻ കൺസിസ്റ്റ് ഓഫ് ആൻ അൺസ്കാറ്റേർഡ് part propagating in the forward direction and a scattered part that propagates along some direction. അതായത് ഈ ഇൻസിഡൻറ്റ് വേവ് പാക്കറ്റ് ഈ ടാർജറ്റിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കുറേ ഈ ബീമിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് അൺസ്കാറ്റേഡ് ആയിട്ട് അൺഡീവിയേറ്റഡ് ആയിട്ട് പാസ് ചെയ്ത് പോകും. അതിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യപ്പെടും, സ്കാറ്റർ ചെയ്യപ്പെടും നമുക്കറിയാം. അപ്പോൾ ഒരേ സമയം അൺസ്കാറ്റേർഡ് പാർട്ടും ഉണ്ട്, അതേപോലെ തന്നെ സ്കാറ്റേർഡ് പാർട്ടും ഉണ്ട്. ദിസ് അൺസ്കാറ്റേർഡ് പാർട്ട് എന്ന് പറയുന്നത് വന്ന ഇൻസിഡൻറ്റ് ബീമിൻ്റെ അതേ ഡയറക്ഷൻ ഫോർവേഡ് ഡയറക്ഷൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. സ്കാറ്റേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു θ φ എന്ന് പറയുന്ന വിത്ത് സം നമ്മുടെ 2 ആംഗിളാണ് തീറ്റയും ഫൈയും. ഈ തീറ്റയും ഫൈ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡയറക്ഷനുകളിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആംഗിളുകളിലേക്ക് ഇത് സ്കാറ്റർ ചെയ്യപ്പെടുന്നു. Now we can view equation 6 as the representation of the scattering of a particle of mass mu from a fixed scattering center. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 6 എന്ന് പറയുന്ന ഇക്വേഷൻ 6 എന്തായിരുന്നു, നമ്മൾ മുമ്പേ എഴുതിയ നമ്മുടെ ഈ പറഞ്ഞ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ 6നെ നമുക്ക് എങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്, വി ക്യാൻ വ്യൂ ദി ഇക്വേഷൻ 6 as the representation of the scattering of a particle of mass mu from a fixed scattering center. അതായത് നമ്മൾ ഈ 2 പാർട്ടിക്കിളുള്ള സിസ്റ്റത്തെ 2 ബോഡി പ്രോബ്ലത്തെ നമ്മളൊരു 1 ബോഡി പ്രോബ്ലമായിട്ട് എഴുതിയിരുന്നു.
ആ വൺ ബോഡി പ്രോബ്ലം ആയിട്ട് എഴുതുമ്പോൾ റെഡ്യൂസ്ഡ് മാസ് മ്യൂ ആണ്. അപ്പോൾ ശരിക്കും ഇതിന് എന്ത് ചെയ്യാം, ഒരു മ്യൂ മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഒരു ഫിക്സഡ് സ്കാറ്ററിംഗ് സെൻറ്ററിൽ നിന്നും സ്കാറ്റർ ചെയ്യപ്പെടുന്നു. അങ്ങനെ സ്കാറ്റർ ചെയ്യപ്പെടുമ്പോഴുള്ള അതിൻ്റെ ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇക്വേഷൻ 6 കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദ ഫിക്സഡ് സ്കാറ്ററിംഗ് സെൻറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ. നമ്മുടെ സ്കാറ്ററിംഗ് സെൻറ്ററിനെ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്ന മാസുള്ള പാർട്ടിക്കിളും അതേപോലെ ഈ പറഞ്ഞ ടാർജറ്റ് മെറ്റീരിയലും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ ടാർജറ്റ് മെറ്റീരിയലിൻ്റെ പൊട്ടൻഷ്യലാണ്, അല്ലെങ്കിൽ ഫിക്സഡ് സ്കാറ്ററിംഗ് സെൻറ്ററിൻ്റെ പൊട്ടൻഷ്യലാണ് വി ഓഫ് ആർ. സോ ടാർജറ്റ് മെറ്റീരിയലും ഈ മ്യൂ എന്ന് പറയുന്ന പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now, the potential V of R has a finite range A. അതായത് ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ബീം ഈ ടാർജറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പം എല്ലാ ഡിസ്റ്റൻസിലും ഇതിനെന്ത് ചെയ്യില്ല, ഈ പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യില്ല. അതായത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യില്ല എല്ലാ ഡിസ്റ്റൻസിലും. കാരണം ഈ പൊട്ടൻഷ്യലിന് ഒരു ഫൈനൈറ്റ് റേഞ്ച് ഉണ്ട്, ഒരു എ എന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിനുള്ളിലേക്ക് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ എന്ത് ചെയ്യത്തുള്ളൂ, സ്കാറ്റർ ചെയ്യപ്പെടുത്തുള്ളൂ. അല്ലാത്ത കേസുകളിലൊക്കെ അതൊരു ഫ്രീ പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്യും. സോ ദസ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഒക്കേഴ്സ് ഓൺലി ഇൻ എ ലിമിറ്റഡ് റീജിയൻ ഓഫ് സ്പേസ്. ഏത് ഡിസ്റ്റൻസിലാണ്? ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അതായത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളും ടാർജറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ് ആർ. ഇഫ് ദിസ് ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എ, വേർ എ ഇസ് ദ റേഞ്ച് ഓഫ് ദി പൊട്ടൻഷ്യൽ. ആ റേഞ്ചിനുള്ളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ പൊട്ടൻഷ്യൽ ഇതിന് ഫീൽ ചെയ്യുന്നത്. സോ വിച്ച് ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് വി ഓഫ് ആർ ഓർ ദ സ്കാറ്ററിംഗ് റീജിയൻ. ആ റീജിയനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് റീജിയൻ എന്ന് വിളിക്കുക. ആ റീജിയനുള്ളിലേക്ക് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ കടന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് സ്കാറ്റേഡ്. സോ ഔട്ട്സൈഡ് ദ റേഞ്ച് എന്ന് വെച്ചാൽ ആർ ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ പുറത്താണ്. ആ സമയത്ത് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. വി ഓഫ് ആർ ഈക്വൽ ടു 0 ഇഫ് ആർ ഗ്രേറ്റർ ദാൻ എ. Now, let the incident wave be represented by. അപ്പോൾ ഇൻസിഡൻറ്റ് വേവിനെ നമ്മൾ എങ്ങനെ, ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിനെ നമ്മളൊരു വേവ് പാക്കറ്റ് ആയിട്ട് എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ബീമിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫൈ ഇൻസിഡൻറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫൈ ഇൻസിഡൻറ്റ്. ആൻഡ് ഔട്ട്സൈഡ് ദ റേഞ്ച് ദിസ് മ്യൂ ബിഹേവ്സ് ആസ് എ ഫ്രീ പാർട്ടിക്കിൾ. നമ്മൾ പറഞ്ഞു റേഞ്ചിൻ്റെ പുറത്ത് ഒരു ഫ്രീ പാർട്ടിക്കിൾ അറ്റാക്ക് ചെയ്യും ബിഫോർ കൊളീഷൻ. ആൻഡ് ഹെൻസ് ദ ഐഗൺ വാല്യൂ പ്രോബ്ലം ഓഫ് ഇക്വേഷൻ 6 ക്യാൻ ബി റിട്ടൺ അസ്. ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ 6 എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. ആ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലുള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ബീമിൻ്റെ കേസിൽ എങ്ങനെ നമുക്ക് എഴുതാം, സ്കാറ്റേർഡ് ബീമിൻ്റെ കേസിൽ എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ ആ ഓരോ കേസിലുള്ള വേവ് ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ ആ ഇക്വേഷനെ മാറ്റി എഴുതേണ്ടി വരും. നമ്മളിപ്പോൾ പറയുന്നത് ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ ഫൈ ഇൻസിഡൻ്റ് ആണെന്ന് നമ്മൾ എടുത്താൽ ആ ഇക്വേഷൻ 6 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? ഡെൽ സ്ക്വയർ ഫൈ അതായത് ഇത് ഓക്കെ, ഇക്വേഷൻ 6 എടുക്കാം. ഇതാ ഇക്വേഷൻ 6 മൈനസ് h ബാർ സ്ക്വയർ ബൈ 2 മ്യൂ ഡെൽ സ്ക്വയർ പ്ലസ് ദിസ് വി ഓഫ് ആർ ഇൻറ്റു ഈ സൈ ഓഫ് ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കണം? ഫൈ ഇൻസിഡൻറ്റ് ആർ എന്ന് കൊടുക്കണം. ഫൈ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് വേവിൻ്റെ കേസിൽ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് ആർ അല്ല, മറിച്ച് ഫൈ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഫൈ ഇൻസിഡൻ്റ് എന്ന് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ റേഞ്ചിൻ്റെ പുറത്ത് പൊട്ടൻഷ്യൽ 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വിക്ക് പകരം 0 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്പ്രഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽ സ്ക്വയർ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് 2 മ്യൂ ബൈ h ബാർ സ്ക്വയർ ഈ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷനിൽ വി ഓഫ് ആർ 0 എന്ന് എടുത്തു. ഓക്കെ, സൈ ഓഫ് ആറിന് പകരം ഫൈ ഇൻസിഡൻറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് മൈനസ് h ബാർ സ്ക്വയർ ഡെൽ സ്ക്വയർ ബൈ 2 മ്യൂ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഈ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിനെ കൂടി ഇങ്ങോട്ടേക്ക് ഈ ഡെൽ സ്ക്വയർ മൈനസ് h ബാർ സ്ക്വയർ ബൈ 2 മ്യൂ ഡെൽ സ്ക്വയർ ഉണ്ടല്ലോ, ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു മൈനസ് 2 മ്യൂ ബൈ h ബാർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്ത് വന്നു? ഡെൽ സ്ക്വയർ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് 2 മ്യൂ ഇ ബൈ h ബാർ സ്ക്വയർ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ എന്ന് വരും. അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനിലേക്ക് എത്തി. ഡെൽ സ്ക്വയർ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് 2 മ്യൂ ബൈ h ബാർ സ്ക്വയർ ഈ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ എന്ന് കിട്ടും. ഇനി ഞാൻ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടേമിനെ കൂടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് ഡെൽ സ്ക്വയർ പ്ലസ് 2 മ്യൂ ഇ ബൈ h ബാർ സ്ക്വയർ ഇൻറ്റു ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 7 എടുക്കുന്നു. സപ്പോസ് ഈ 2 മ്യൂ ഇ ബൈ h ബാർ സ്ക്വയറിന് പകരം നമ്മളൊരു k0 സ്ക്വയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനെ k0 സ്ക്വയർ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ പ്ലസ് k0 സ്ക്വയർ ഇൻറ്റു ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഈ ഇൻസിഡൻറ്റ് വേവിനെ നമ്മളൊരു പ്ലെയിൻ വേവ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. ലെറ്റ് മീ ട്രീറ്റ് ദിസ് ഇൻസിഡൻറ്റ് വേവ് ആസ് എ പ്ലെയിൻ വേവ്.
അങ്ങനെ പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോം എന്താ, ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ ഡോട്ട് ആർ എന്ന് പറയുന്ന ഫോമാണ് ഇൻസിഡൻറ്റ് വേവ്. പ്ലെയിൻ വേവിൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഇൻസിഡൻറ്റ് വേവിനെ ഒരു പ്ലെയിൻ വേവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ എന്ന് പറയുന്നത് എനിക്കൊരു എ ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആർ എന്ന് എടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ ഇക്വേഷനിൽ നമ്മൾ ഇതിനെ കെ സീറോ എന്നാണ് വിളിച്ചത്. ഇതിൻ്റെ സൊല്യൂഷനാണ് ശരിക്കും ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ. അപ്പോൾ അതിൽ ഈ കെ സീറോ എന്ന് പറയുന്ന ടേമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആർ എന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കെ സീറോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേവ് വെക്ടർ ഓഫ് ദി ഇൻസിഡൻറ്റ് വേവ് ഓർ ദി ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ. ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് വെക്ടറാണ് കെ സീറോ. ക്യാപിറ്റൽ എ എന്ന് കൊടുത്തിരിക്കുന്നത് ഒരു നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ്. So, thus before the interaction with the target particle, the particles of the incident beam are independent of each other and they move like free particles. അതായത് ഈ നമ്മൾ കൺസിഡർ ചെയ്ത ടാർഗറ്റ് പാർട്ടിക്കിളിൻ്റെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, നമ്മൾ എ എന്ന് പറയുന്നത്, ആ എയുടെ വിസിനിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് പരസ്പരം എന്ത് ചെയ്യുന്നില്ല, ഇൻട്രാക്ട് ചെയ്യുന്നില്ല. ദേ ആർ ലൈക്ക് ഫ്രീ പാർട്ടിക്കിൾസ്. വൺസ് ദേ എൻ്റർ ഇൻ ടു ദ റേഞ്ച് ഓഫ് ദിസ് ടാർഗറ്റ് പാർട്ടിക്കിൾ, അവിടെ എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. അല്ലാത്ത കേസുകളിൽ അതൊരു ഫ്രീ പാർട്ടിക്കിളായിട്ടാണ് ആക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് പി ഈക്വൽ ടു എച്ച് ബാർ കെ സീറോ ആണ്. നമ്മൾ പ്ലെയിൻ വേവ് എടുത്തല്ലോ, ഇൻസിഡൻറ്റ് വേവിന് ഒരു പ്ലെയിൻ വേവ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എ ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആർ ആണ്, വേർ കെ സീറോ ഇസ് ദ വേവ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഇൻസിഡൻറ്റ് വേവിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് പി ഈക്വൽ ടു എച്ച് ബാർ കെ സീറോ ആണെന്ന് പറയാം. നോ, വെൻ ദ ഇൻസിഡൻറ്റ് വേവ് റെപ്രസെൻറ്റഡ് ബൈ ഇക്വേഷൻ നമ്പർ 10 കൊളൈഡ്സ് ഓർ ഇൻട്രാക്ട് വിത്ത് ദ ടാർജറ്റ്. ഇനി ഇൻസിഡൻറ്റ് വേവ് ടാർജറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ സ്കാറ്ററിങ് സംഭവിക്കുന്നു. അപ്പോൾ എ സ്കാറ്റേർഡ് ഔട്ട് ഗോയിങ് വേവ് ഫൈ സ്കാറ്റേർഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പം എന്ത് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പം സ്കാറ്റർ ചെയ്യപ്പെടുന്നു. അങ്ങനെ സ്കാറ്റർ ചെയ്യപ്പെടുന്ന വേവിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ ഫൈ സ്കാറ്റേർഡ് ഓഫ് ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ഇൻ കേസ് ഓഫ് ആൻ ഐസോട്രോപിക് സ്കാറ്ററിങ് നമ്മൾ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. സപ്പോസ് നമ്മുടെ സ്കാറ്ററിങ് എന്ന് പറയുന്നത് ഐസോട്രോപിക് ആണെന്ന് വിചാരിക്കാം. ഐസോട്രോപിക് എന്ന് ഉദ്ദേശിച്ച അതിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ദ സ്കാറ്റേർഡ് വേവ് ഇസ് സ്പെറിക്കലി സിമെട്രിക്. നമ്മൾ സ്കാറ്റർ ചെയ്യപ്പെടുന്ന വേവ് സ്പെറിക്കലി സിമെട്രിക് ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഒരു സ്പെറിക്കലി സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസ്റ്റൻസ് ആർ എടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ തുല്യ ദൂരം എവിടെ എടുത്താലും ആ പോയിന്റിലൊക്കെയുള്ള വേവ് ഫംഗ്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഒരു പോയിന്റിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ ഞാൻ ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ആർ ഡിസ്റ്റൻസ് അകലെ ഇങ്ങോട്ടേക്കോ ആർ ഡിസ്റ്റൻസ് അകലെ ഇങ്ങോട്ടേക്കോ, അത് ഒരു പോയിന്റിൽ നിന്നും തുല്യ ദൂരത്തിലുള്ള എല്ലാ പോയിന്റുകളും എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്കതൊരു സ്പിയറാണ്. തുല്യ ദൂരത്തിലുള്ള പോയിന്റുകളെല്ലാം കൂടി ചേരുന്നത് സ്പിയറാണ്. അപ്പോൾ അവിടെ ആ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പെറിക്കലി സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എടുക്കുന്നു. വെച്ചാൽ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എടുക്കുന്നു. വെർ കെ ഇസ് ദ വേവ് വെക്ടർ ഓഫ് ദ സ്കാറ്റേർഡ് വേവ്. ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് വെക്ടർ കെ സീറോ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇൻസിഡൻറ്റ് വേവിനെ എ ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആർ എന്നാണ് എടുത്തിരുന്നത്. സ്കാറ്റേർഡ് വേവ് സ്പെറിക്കലി സിമെട്രിക് ആണ്. സോ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് എടുക്കുന്നു. വെർ കെ ഇസ് ദ വേവ് വെക്ടർ. സോ ദിസ് ഇസ് ദി വേവ് ഫംഗ്ഷൻ ഓഫ് ദ സ്കാറ്റേർഡ് വേവ്. ഓക്കെ, പക്ഷേ in general, however, the scattered wave is not exactly spherically symmetric. അത് എക്സാക്ട്ലി എന്തല്ല, സ്പെറിക്കലി സിമെട്രിക് അല്ല. കാരണം ഈ പറഞ്ഞ സ്കാറ്റേർഡ് വേവ് ആംഗിൾ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ ആംഗിളിലും സ്കാറ്റർ ചെയ്യപ്പെടുന്ന വേവ് എന്താണ്, ബീമിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ഓൾസോ. അപ്പോൾ ഈ സ്കാറ്റേർഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ തീറ്റ ഫൈ അലോങ് വിച്ച് ദ സ്കാറ്റേർഡ് വേവ് ഇസ് ഡിറ്റക്റ്റഡ്. അതായത് ഒരു പർട്ടിക്കുലർ തീറ്റ ഫൈയിൽ എന്താണ് സ്കാറ്റർ ചെയ്യപ്പെടുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കില്ല മറ്റൊരു തീറ്റ ഫൈയിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ബൈ ആർ എന്ന് മാത്രമല്ല ഒരു ആംഗുലാർ ഡിപ്പെൻഡൻറ്റ് പാർട്ട് കൂടി നമ്മളിവിടെ എഴുതുന്നു. ആ ആംഗുലാർ ഡിപ്പെൻഡൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് സപ്പോസ് ഒരു എഫ് ഓഫ് തീറ്റ കോമ ഫൈ ആണെന്ന് എഴുതുന്നു. ഇവിടെ എ കൊടുക്കുന്നു. എ ഇസ് ദ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മുടെ സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഫൈ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻസിഡൻറ്റ് വേവിൻ്റെ എന്തായിരുന്നു, ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആർ എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ അതുപോലെ തന്നെ സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഇവിടെ ഈ എഫ് ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹിയർ ദിസ് എഫ് ഓഫ് തീറ്റ ഫൈ ഈസ് കോൾഡ് ദ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്. സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ആംഗിളിനനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എഫ് ഓഫ് തീറ്റ ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എഫ് ഓഫ് തീറ്റ ഫൈ ഇസ് ദ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സ്കാറ്റേർഡ് വേവ്. നൗ ഇവിടെ നമ്മളിങ്ങനെ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഇത്രയേ ഉള്ളൂ, ഒരു ഇൻസിഡൻറ്റ് വേവ്. ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് വെക്ടർ കെ സീറോ ആണ്. ഇതൊരു ടാർജറ്റിൽ ഹിറ്റ് ചെയ്യുന്നു, ഇത് സ്കാറ്റർ ചെയ്യപ്പെടുന്നു. സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് വെക്ടർ കെ ആണ്. സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഇതൊരു സിമ്പിൾ ഇല്ലുസ്ട്രേഷനാണ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് അതിൻ്റെ കുറച്ചുകൂടി
എന്താണ് ഡിസ്ക്രിപ്റ്റീവായിട്ട് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതൊരു ഇൻസിഡൻറ്റ് വേവ് ആണ്, ഇങ്ങനെ വേവ് ഫ്രണ്ട്. ഓക്കെ, ഇൻസിഡൻറ്റ് വേവ് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ ടാർജറ്റ്. ഓക്കെ, ഈ ടാർജറ്റിന് ഒരു റേഞ്ച് ഉണ്ട്. ഒരു റേഞ്ചിനുള്ളിൽ ഈ ഇൻസിഡൻറ്റ് വേവ് കടന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇൻസിഡൻറ്റ് വേവ് അതേപോലെ തന്നെയുണ്ട്. പക്ഷേ ഇതൊരു റേഞ്ചിനുള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യപ്പെടുന്നു? സ്കാറ്റർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഇത് സ്കാറ്റേഡ് വേവ് ആണ്. ഇതിൽ കുറേ എണ്ണം എന്തുണ്ട്? അൺസ്കാറ്റേഡ് വേവ് ഉണ്ട്. അത് നേരെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പാസ് ചെയ്ത് പോകും. ഇത് ഇസഡ് ഡയറക്ഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നേരെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകും. ഇനി ഇവിടെ നമ്മളൊരു സോളിഡ് ആംഗിൾ ഡി ഒമേഗ എടുക്കുന്നുണ്ട്. ഈ ഡി ഒമേഗ എന്ന് പറയുന്ന സോളിഡ് ആംഗിൾ, ഈ ഏരിയ ഡി എ ആണ്, ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഡി ഒമേഗ ആണ്. അപ്പോൾ ഇതിൽ കൂടി സ്കാറ്റർ ചെയ്യപ്പെടുന്ന വേവ്സ് സ്കാറ്റർഡ് ഇൻ ഡി ഒമേഗ എലോങ് ദ ഡയറക്ഷൻ തീറ്റ ഫൈ ആണ് ഇവിടെ ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എ ഇ റേസ് ടു ഐ കെ 0.r ആണ്. സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഫൈ ഇ റേസ് ടു ഐ k.r ബൈ ആർ ആണ്. ഓക്കെ, നൗ ആഫ്റ്റർ സ്കാറ്ററിങ് നടന്നു കഴിയുമ്പോൾ എന്താണ്? ഈ ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ പറഞ്ഞു, സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ പറഞ്ഞു. സോ ആഫ്റ്റർ സ്കാറ്ററിങ് ഈ എന്താണ് ദ ടോട്ടൽ വേവ് കൺസിസ്റ്റ് ഓഫ് എ സൂപ്പർ പൊസിഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് വേവ് given by equation 10 and the scattered wave given by equation 12. അതായത് സ്കാറ്ററിങ് നടന്നു കഴിയുമ്പോൾ എന്താണ് ഇൻസിഡൻറ്റ് വേവും സ്കാറ്റേർഡ് വേവും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പല റീജിയനുകളിലും ഇത് സൂപ്പർ പോസ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് വേവ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ വേവ് ഉണ്ടാകുന്നുണ്ട്. ആ ടോട്ടൽ വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് ആർ എടുക്കും. എന്ന് വെച്ചാൽ അത് ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷനും സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷനും കൂടെ സൂപ്പർ പോസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എ റേസ് ടു ഐ k0.r ആണ്. സ്കാറ്റേർഡ് വേവിൻ്റെ എ ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഫൈ ഇ റേസ് ടു ഐ k.r ഡിവൈഡഡ് ബൈ ആർ ആണ്. ഞാൻ ഈ എയെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇ റേസ് ടു ഐ k0.r പ്ലസ് എഫ് ഓഫ് തീറ്റ ഫൈ ഇൻറ്റു ഇ റേസ് ടു ഐ k.r ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 13 ആണ്. ഇവിടെ എ എന്ന് പറയുന്ന ഒരു നോർമലൈസേഷൻ ഫാക്ടർ എന്ന് മാത്രമല്ല, ഒരു കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് നോ എഫക്ട് ഓൺ ദ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ തുടർന്ന് വരുന്ന കാൽക്കുലേഷനിൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടി എ ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ അങ്ങോട്ട് എടുക്കും. ഓക്കെ, അത് അങ്ങനെ എ ഈക്വൽ ടു 1 ആണെന്ന് എടുത്താൽ നമുക്ക് സൈ ഓഫ് ആർ എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ k0.r പ്ലസ് എഫ് ഓഫ് തീറ്റ ഫൈ ഇൻറ്റു ഇ റേസ് ടു ഐ k.r ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 14. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ. നമ്മൾ ആദ്യമേ ക്രോസ് സെക്ഷൻ പറഞ്ഞപ്പോൾ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷനും പറഞ്ഞിരുന്നു, ടോട്ടൽ ക്രോസ് സെക്ഷനും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പറയുന്നത് ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ഇൻ ടേംസ് ഓഫ് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്. എങ്ങനെയാണ് ഈ ഒരു സ്കാറ്ററിംഗ് എടുക്കുമ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ പെർസ്പെക്റ്റീവിൽ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇൻ ടേംസ് ഓഫ് ദ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്. അതിനായിട്ട് നമ്മൾ ദ ഫ്ലക്സ് ഡെൻസിറ്റീസ് ഓഫ് ദ ഇൻസിഡൻറ്റ് ആൻഡ് സ്കാറ്റേർഡ് വേവ്സ് ആർ റെസ്പെക്റ്റീവ്ലി ഗിവൺ ബൈ. നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിൽ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പം പ്രോബബിലിറ്റി ഡെൻസിറ്റി ആൻഡ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി ജെ ഓഫ് ആർ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരുന്നു, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ടി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റിയുടെ ടേംസിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് ശരിക്കും ഇവിടുത്തെ ഈ ഫ്ലക്സ് ഡെൻസിറ്റി ജെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ജെ ഓഫ് ആർ ടി ഇസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു സൈ ഡെൽ സൈ സ്റ്റാർ മൈനസ് സൈ സ്റ്റാർ ഡെൽ സൈ ആണ് ഈ പറഞ്ഞ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻസിഡൻറ്റ് വേവിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഐ എച്ച് ബാർ ബൈ 2 മ്യൂ റെഡ്യൂസ്ഡ് മാസ് ആണ്. ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ ഐ എച്ച് ബാർ ബൈ 2 ഇൻറ്റു ഫൈ ഇൻസിഡൻറ്റ് ഡെൽ ഫൈ ഇൻസിഡൻറ്റ് സ്റ്റാർ മൈനസ് ഫൈ ഇൻസിഡൻറ്റ് സ്റ്റാർ ഡെൽ ഫൈ ഇൻസിഡൻറ്റ് നമുക്ക് കൊടുക്കാം. ഇതേ കാര്യം സ്കാറ്റേർഡ് വേവിൻ്റെ കേസിലുള്ള ആണെങ്കിൽ എന്ത് നമുക്ക് എഴുതാം? ജെ സ്കാറ്റേർഡ് ഈക്വൽ ടു ഐ എച്ച് ബാർ ബൈ 2 ഫൈ ഇൻസിഡൻറ്റിന് പകരം സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ ഫൈ സ്കാറ്റേർഡ് ഡെൽ ഫൈ സ്കാറ്റേർഡ് സ്റ്റാർ മൈനസ് ഫൈ സ്കാറ്റേർഡ് സ്റ്റാർ ഇൻറ്റു ഡെൽ ഫൈ സ്കാറ്റേർഡ് എന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഇത് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി തന്നെയാണ് നമ്മളിവിടെ പറയുന്ന ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷനാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ്. അത് നമ്മൾ ഇൻസിഡൻറ്റ് വേവിൻ്റെ കേസിലും സ്കാറ്റേർഡ് വേവിൻ്റെ കേസിലും നമ്മൾ വേവ് ഫംഗ്ഷൻ മാറ്റി നമ്മൾ 2 എക്സ്പ്രഷൻസ് ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നൗ യൂസിങ് ഇക്വേഷൻ 10 in 15. ഇക്വേഷൻ 10 in 15 എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്കറിയാമല്ലോ. അതെന്താ? എ ഇ റേസ് ടു ഐ k0.r ആണ്. അപ്പം ഞാൻ ഫൈ ഇൻസിഡൻറ്റിൻ്റെ പകരം എ ഇ റേസ് ടു ഐ k0.r എന്ന് കൊടുക്കും. അപ്പോൾ ഈ ഫൈ ഇൻസിഡൻറ്റ് സ്റ്റാർ എന്ത് വരും? അതിൻ്റെ കോൺജുഗേറ്റ്, അതായത് എ സ്റ്റാർ ഇ റേസ് ടു മൈനസ് ഐ k0.r എന്ന് വരും.
ഇവിടെ ഫൈ ഇൻസിഡൻറ്റ് സ്റ്റാർ ആണ്. അവിടെ എ സ്റ്റാർ ഇ റൈസ് ടു മൈനസ് ഐ കെ സീറോ ഡോട്ട് ആർ ഡെൽ എ ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആർ എന്ന് വരും. അപ്പോൾ ഇവിടെ ഈ ടേം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ സ്റ്റാർ ഉണ്ട്. സോ എ ഇൻറ്റു എ സ്റ്റാർ. ഇവിടെ എ ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആർ ഉണ്ട്, അതുപോലെ തന്നെ ഡെൽ എന്ന് വെച്ചാൽ ഡിഫറൻഷ്യലാണ്. ഈ ഇ റൈസ് ടു മൈനസ് ഐ കെ സീറോ ഡോട്ട് ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇ റൈസ് ടു മൈനസ് ഐ കെ സീറോ ഡോട്ട് ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് ഐ കെ സീറോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ കെ സീറോ ഡോട്ട് ആർ എന്ന് വരും. ഇവിടെ ഇ റൈസ് ടു പ്ലസ് ഐ കെ സീറോ ഡോട്ട് ആർ ഉണ്ട്, ഇവിടെ ഇ റൈസ് ടു മൈനസ് ഐ കെ സീറോ ഡോട്ട് ആർ ഉണ്ട്. അപ്പോൾ ഇ റൈസ് ടു 0 1 ആയി പോകും. അപ്പോൾ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? ഒരു എ ഉണ്ട്, ഒരു എ സ്റ്റാർ ഉണ്ട്, ഒരു മൈനസ് ഐ കെ സീറോ ഉണ്ട്. ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനെ ഈ എയും എ സ്റ്റാറും ഇവിടെ ഉണ്ട്, എയും എ സ്റ്റാറും ഉണ്ട്. ഡെൽ ഓഫ് ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആർ എടുക്കുമ്പോൾ അത് ഐ കെ സീറോ ഇൻറ്റു ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആർ വരും. ഇ റൈസ് ടു ഐ കെ സീറോ ഡോട്ട് ആറും ഇ റൈസ് ടു മൈനസ് ഐ കെ സീറോ ഡോട്ട് ആറും കൂടെ ഇ റൈസ് ടു 0 1 ആയി പോകും. അപ്പോൾ ഒരു എ സ്റ്റാറും എയും ഒരു ഐ കെ സീറോയും ബാക്കി വരും. അപ്പോൾ നമുക്ക് ആ എക്സ്പ്രഷനെ ഐ എച്ച് ബാർ ബൈ 2 ഇൻറ്റു എ സ്റ്റാർ ഇൻറ്റു മൈനസ് ഐ കെ സീറോ മൈനസ് എ സ്റ്റാർ എ ഇൻറ്റു ഐ കെ സീറോ എന്ന് വരും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഐ എച്ച് ബാർ ബൈ 2 ഇൻറ്റു എ സ്റ്റാർ എ 2 തവണ വരുന്നുണ്ട്. എ സ്റ്റാർ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ അത് മോഡുലസ് ഓഫ് എ സ്ക്വയർ ആണ്, ഇൻറ്റു മൈനസ് ഐ കെ സീറോ മൈനസ് ഐ കെ സീറോ എന്ന് വെച്ചാൽ മൈനസ് 2i കെ സീറോ എന്ന് വരും. അപ്പോൾ ഇതാണ് ഇൻസിഡൻറ്റ് വേവിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഈ 2ഉം കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. ഈ ഐയും കൂടി ഐ സ്ക്വയർ -1 വരും, മൈനസും കൂടെ പ്ലസ് വരും. അപ്പോൾ നമുക്ക് ജെ ഇൻസിഡൻറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു എച്ച് ബാർ കെ സീറോ ഡിവൈഡഡ് ബൈ മ്യൂ. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 17. ഇനി നമ്മുടെ മുമ്പേ സ്കാറ്റേർഡ് വേവിൻ്റെ കേസിൽ കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ. ആ എക്സ്പ്രഷനിലേക്ക്, അതായത് ഇവിടെ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ എക്സ്പ്രഷനിലേക്ക് ഫൈ സ്കാറ്റേർഡിന് പകരം എന്തുകൊണ്ട് കൊടുക്കുക? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഫൈ സ്കാറ്റേർഡ് എന്ന് പറയുന്നത് ഇതാണ്, ഇതാണ് എ എഫ് ഓഫ് തീറ്റ ഫൈ ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നതാണ് സ്കാറ്റേർഡ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ. അതിനെ നമ്മൾ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഈ ഫൈ സ്കാറ്റേർഡിന് പകരം എ എഫ് ഓഫ് തീറ്റ ഫൈ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ബൈ ആർ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഡെല്ലുണ്ട്, എ സ്റ്റാർ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തത്. കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ എ സ്റ്റാർ എഫ് സ്റ്റാർ തീറ്റ ഫൈ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ബൈ ആറിൻ്റെ കോഞ്ചുഗേറ്റ് ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ ബൈ ആർ മൈനസ് അടുത്തത് ഇവിടെ ഫൈ സ്കാറ്റേർഡ് സ്റ്റാർ ആണ്. അപ്പോൾ ഈ ടേം വീണ്ടും ഇതേപോലെ എഴുതുന്നു, ഡെല്ല് ഫൈ സ്കാറ്റേർഡ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ആർ ആണല്ലോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഫ് ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്നത് ഈ ഡെല്ലിനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ടേം എയും എ സ്റ്റാറും എഫ് ഓഫ് തീറ്റ ഫൈ എഫ് സ്റ്റാർ ഓഫ് തീറ്റ ഫൈ, പിന്നെ ആദ്യം കിടക്കുന്ന ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ബൈ ആർ ഉണ്ട്. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? ഡെൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ ബൈ ആർ വരും. നെക്സ്റ്റ് ടേമിൽ വീണ്ടും എ സ്റ്റാർ എ എഫ് സ്റ്റാർ എഫ് ഒക്കെ പുറത്തേക്ക് എടുത്തു. ആദ്യം കിടക്കുന്ന ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ ബൈ ആർ അവിടെ ഉണ്ട്. ദെൻ ഡെൽ ഓഫ് ദിസ് ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി ഈ ഡിഫറൻഷ്യലാണ്, ഈ ഡിഫറൻഷ്യൽ ബാക്കിയെല്ലാം അതേപോലെ എഴുതി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഡെൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ ബൈ ആർ ഡിനോമിനേറ്റർ ഇൻറ്റു, അതായത് ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് ഐ കെ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ. നൗ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ആർ, ഡിനോമിനേറ്റർ ആർ ആണ്, വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആർ സ്ക്വയർ. ഓക്കെ, ഇതേപോലെ ഈ ടേമിനെയും നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ഇതിനെ ഫർദർ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ പുറത്തേക്ക് എടുക്കാവുന്ന ടേമുകളൊക്കെ ഐ എച്ച് ബാർ ബൈ 2 മ്യൂ മോഡ് എ സ്ക്വയർ മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഫൈ ഹോൾ സ്ക്വയർ ഇതിനെല്ലാം പുറത്തേക്ക് എടുത്തു. ഈ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആറിന് ഉള്ളിലേക്ക് എക്സ്പാൻഡ് ചെയ്താൽ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ 1 വരും. ഇവിടെയും ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ 1 വരും. അപ്പോൾ അതൊക്കെ 1 ആയി. ഇപ്പോൾ ഈ ആറും ആർ സ്ക്വയറും കൂടെ ചേർന്ന് താഴെ ആർ ക്യൂബ് വരും. പിന്നെ ഉള്ളത് ഈ ആർ ഇൻറ്റു മൈനസ് ഐ കെ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു -1 ഉണ്ട്, അതാണ് ഈ ടേം. ഇനി ഇവിടെ വരുമ്പോഴും ഇതേപോലെ ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആറിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതുമായിട്ട് 1 വരും, ഇതുമായിട്ടും 1 വരും. പിന്നെ ഉള്ളത് ഒരു ആർ ഇൻറ്റു ഐ കെ -1 താഴെ ആർ ക്യൂബ് എന്ന് വരും. നൗ നമ്മൾ ഫർദർ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആറ് മൈനസ് ആറ് എന്തായി 0 ആയി. മൈനസ് ഐ കെ മൈനസ് അല്ല, ഇവിടെ ആർ ഇൻറ്റു മൈനസ് ഐ കെ അല്ല, മൈനസ് ആർ ഐ കെ ആണ്. ഇവിടെ മൈനസ് ആർ ഐ കെ ആണ്. അപ്പോൾ അത് -2 ആർ ഐ കെ എന്ന് വരും. ഇവിടെ -1, ഇവിടെ മൈനസ് ഓഫ് -1 +1 ക്യാൻസൽ ആവും. അപ്പം -2 ആർ ഐ കെ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് വരും. എന്ന് വെച്ചാൽ -2 ഐ കെ ബൈ ആർ സ്ക്വയർ എന്ന് വരും. മുകളിലത്തെ ഒരു ആറും താഴത്തെ ഒരു ആറും കൂടെ ക്യാൻസൽ ആവും.
അപ്പോൾ നമുക്ക് ഇവിടെ IH bar by 2 mu mod A square mod f of theta phi whole square into minus 2ik by r square എന്ന് വരും, which is equal to ഈ 2ഉം കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഐയും I square മൈനസ് വരുന്നു, മൈനസ് പ്ലസ് വരുന്നു. അപ്പോൾ ഇത് mod A square into h bar k divided by mu r square into modulus of f of theta phi whole square എന്ന് കിട്ടുന്നു. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 18 എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് അവർ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദ സ്കാറ്റേർഡ് വേവ്. അപ്പോൾ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് വേവ് കിട്ടി, ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദ സ്കാറ്റേർഡ് വേവ് കിട്ടി. ഇനി ലെറ്റ് ദിസ് dn theta phi. എന്താണ് dn theta phi? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ത്രൂ ആൻ എലമെൻ്ററി സോളിഡ് ആംഗിൾ d omega in the direction theta phi and emerging out through an elementary surface area r square d omega per unit time. ഓക്കെ, അതായത് d omega എന്ന് പറയുന്ന ഒരു സോളിഡ് ആംഗിൾ കൂടി എന്ന് വെച്ചാൽ അത് ഇറ്റ് കറസ്പോണ്ട്സ് ടു ആൻ ഏരിയ a ഈക്വൽ ടു r സ്ക്വയർ d omega ഇൻ ആൻ ആംഗിൾ തീറ്റ ഫൈ. അതിൽ കൂടി എമർജ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ dn theta phi എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. We know that flux density എന്ന് പറഞ്ഞാൽ എന്താണ്? Flux density of the scattered wave is the number of scattered particles per unit area per unit time ആണ്. അതിനാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണ്. dn എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ടൈം മാത്രമേ ഉള്ളൂ, പെർ യൂണിറ്റ് ഏരിയ ഇല്ല. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാം. ഈ dn theta phi എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ടൈമാണ്. അതിനെ പെർ യൂണിറ്റ് ഏരിയയും കൂടി എടുക്കുക എന്ന് വെച്ചാൽ ഈ dn theta phi-നെ ഈ r സ്ക്വയർ d omega കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടും. അപ്പോൾ സ്കാറ്റേർഡ് വേവിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് dn theta phi ഡിവൈഡഡ് ബൈ r സ്ക്വയർ d omega ആണെന്ന് പറയാം. അതിനകത്ത് എനിക്ക് ഈ r സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ dn theta phi ബൈ d omega എന്ന് പറയുന്നത് j സ്കാറ്റേർഡ് ഇൻറ്റു r സ്ക്വയർ ആണെന്ന് പറയാം. നോ യൂസിങ് ദ വാല്യൂ ഓഫ് j സ്കാറ്റേർഡ് ഫ്രം ഇക്വേഷൻ 18. ഇക്വേഷൻ 18ൽ നിന്നും ജെ സ്കാറ്റേർഡിൻ്റെ വാല്യൂ എടുക്കുന്നു. ഏതാണ് ഇക്വേഷൻ 18? ഇതാണ് ജെ സ്കാറ്റേർഡ്. മോഡുലസ് ഓഫ് എ സ്ക്വയറിൻ്റെ h bar k ബൈ മ്യൂ ആർ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഫൈ സ്ക്വയർ ഉണ്ടല്ലോ, അതിങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ജെ സ്കാറ്റേർഡിന് പകരം ഇക്വേഷൻ 18 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് dn ബൈ d omega എന്ന് പറയുന്നത് മോഡ് എ സ്ക്വയർ ഇൻറ്റു h bar k ബൈ മ്യൂ ആർ സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഫൈ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽ ടു ഇവിടെ ഈ ആർ സ്ക്വയറും ഈ താഴെ കിടക്കുന്ന ആർ സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് മോഡ് എ സ്ക്വയറിൻ്റെ h bar k ബൈ മ്യൂ ഇൻറ്റു ഇവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഫൈ സ്ക്വയർ എന്ന് വരും. ഫ്രം ഇക്വേഷൻ 17 നിങ്ങൾക്കറിയാം. ഇക്വേഷൻ 17 നിന്നും മോഡ് എ സ്ക്വയർ ഇൻറ്റു h ബൈ മ്യൂ എന്ന് പറയുന്നത് ജെ ഇൻസിഡൻറ്റ് ബൈ k0 ആണെന്ന് കൊടുക്കാം. ഓക്കെ, മോഡ് എ സ്ക്വയർ ബൈ h മ്യൂവിന് പകരം ജെ ഇൻസിഡൻറ്റ് ബൈ k0 ആണെന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു മോഡ് എ സ്ക്വയർ ഒരു h bar ബൈ മ്യൂ 0 ഉണ്ട്. അപ്പോൾ ഇത്രയും ടേമിന് പകരം നമുക്ക് എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ജെ ഇൻസിഡൻറ്റ് ബൈ k0 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ dn ബൈ d omega എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. ജെ ഇൻസിഡൻറ്റ് ഇൻറ്റു k ബൈ k0 ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഫൈ സ്ക്വയർ എന്ന് വരും. ഇനി എന്ന് വെച്ചാൽ നമുക്ക് 1 ബൈ ജെ ഇൻസിഡൻറ്റ് ഇൻറ്റു dn ബൈ d omega. ഓക്കെ, ഇതിനകത്തുനിന്ന് ഞാൻ ഈ ജെ ഇൻസിഡൻറ്റിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഇത് 1 ബൈ ജെ ഇൻസിഡൻറ്റ് ഇൻറ്റു dn ബൈ d omega എന്ന് പറയുന്നത് k ബൈ k0 ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഫൈ സ്ക്വയർ എന്ന് പറയും. എന്താണ് ഈ 1 ബൈ ജെ ഇൻസിഡൻറ്റ് ഇൻറ്റു dn ബൈ d omega? അത് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്തതാണ്. അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് d സിഗ്മ. ഈ 1 ബൈ ജെ ഇൻസിഡൻറ്റ് dn ബൈ d omega എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ആണ്. ദാറ്റ് ഈസ് d സിഗ്മ ബൈ d omega ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ k ബൈ k0 ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഫൈ സ്ക്വയർ എന്ന് വരും. ഇനി ഇൻ അവർ കേസ് നമ്മൾ പറഞ്ഞു സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. അങ്ങനെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെങ്കിൽ വേവ് വെക്ടർ സ്കാറ്ററിങ്ങിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. കാരണം നമ്മൾ പറഞ്ഞു ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ k എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? k0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ മുമ്പത്തെ എക്സ്പ്രഷനിൽ, അതായത് ഈ എക്സ്പ്രഷനിൽ kയും k0 സെയിം ആണെങ്കിൽ ഈ ടേം 1 വരും. അപ്പോൾ നമുക്കിവിടെ d സിഗ്മ ബൈ d omega എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണെന്ന് പറയാം? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഫൈ സ്ക്വയർ തന്നെയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ therefore the problem of determining differential cross section, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്കാറ്ററിങ്ങിനെ സംബന്ധിച്ച് എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്? ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കിട്ടും. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെ സംബന്ധിച്ച് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? അതിൻ്റെ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിനോട് ഈക്വൽ ആണ്.
So therefore the problem of determining the differential scattering cross section d sigma by d omega reduces to that of the determination of the scattering amplitude f of theta phi. അതായത് d sigma by d omega കാണുന്നതിന് പകരം എന്ത് കണ്ടാൽ മതി? ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിന്റെ കേസിൽ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതിയാവും. Okay, so the rest of the topic we will discuss in the next class. Okay, thank you.